ലൈംഗികമായി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ രാഹുൽ മാങ്കുട്ടത്തിൽ MLA മുൻകൂർ ജാമ്യഹർജി നൽകി. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ജാമ്യഹർജി നൽകിയത്. യുവതി നൽകിയിരിക്കുന്നത് വ്യാജ പരാതിയാണെന്നും കേസിൽ താൻ നിരപരാധിയാണെന്നും ജാമ്യഹർജിയിൽ പറയുന്നു. പരാതി നൽകിയ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദ ബന്ധമുണ്ടെന്നും ബലാത്സംഗം ചെയ്യുകയോ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല എന്നും ഹർജിയിൽ പറയുന്നു. അതേസമയം രാവിലെ നെയ്യാറ്റിൻകര JFCM7 കോടതിയിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ച് 2 തവണ ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതിയുടെ മൊഴിയിൽ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ അടങ്ങിയ FIRന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ഗർഭചിത്ര വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഇരയായ യുവതി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് മൊഴി നൽകിയതിന് പിന്നാലെയാണ് ഈ കേസിന്റെ അന്വേഷണം നേമം പോലീസിന് കൈമാറിയിരിക്കുന്നത്. നേമത്താണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായി കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIRൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണുള്ളത്. 2025 മാർച്ച് മാസം 17-ാം തീയതി തൃക്കണ്ണാപുരത്തുള്ള യുവതിയുടെ ഫ്ളാറ്റിൽ വെച്ച് അവരുടെ അനുവാദമില്ലാതെ അവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ആ ദൃശ്യങ്ങൾ കാണിച്ച് പലതവണ ഭീഷണിപ്പെടുത്തി പാലക്കാടുള്ള MLAയുടെ ഫ്ളാറ്റിലടക്കം എത്തിച്ച് തന്നോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട് എന്നാണ് ഈ FIRൽ എടുത്തു പറയുന്ന കാര്യം. മാത്രവുമല്ല, ഗർഭചിത്രത്തിനായി 2025 മെയ് മാസം 30-ാം തീയതി കൈമനത്ത് വെച്ച് ഒരു വാഹനത്തിലെത്തി തനിക്ക് ഗുളികകൾ കൈമാറിയെന്നും ഇത് കഴിച്ചതിന് ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയതെന്നടക്കമുള്ള കാര്യങ്ങൾ യുവതി മൊഴിയായി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. ഇതടക്കം FIRൽ പരാമർശിക്കുന്നുണ്ട്. അതോടെയാണ് BNS സെക്ഷൻ 86 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, രാഷ്ട്രീയമായി തേജോപതം ചെയ്യാനുള്ള നീക്കമാണ് എന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ പരാമർശം. മാത്രവുമല്ല, മറ്റൊരാളുടെ ഭാര്യ ആയിരുന്നു എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് യുവതി തനിക്ക് മുമ്പിൽ വിവാഹ ആവശ്യം ഉന്നയിച്ചത്. അത്തരമൊരു നീക്കവുമായി വന്നത്. പക്ഷേ മറ്റൊരാളുടെ ഭാര്യ എങ്ങനെ വിവാഹം കഴിക്കാൻ കഴിയും എന്ന തരത്തിലുള്ള പരാമർശങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് അഭിഭാഷകർ കോടതിയെ അറിയിച്ചതായാണ് വിവരം. അതേസമയം ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നുണ്ട്. കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ രാഹുലിനത് താൽക്കാലിക ആശ്വാസമാകും. അതല്ല, മറിച്ചൊരു നീക്കമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് വലിയ തരത്തിൽ രാഹുലിനെ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഏതായാലും ആവശ്യമെങ്കിൽ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം കൂടി അന്വേഷണ സംഘത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഒരുപക്ഷെ കൂടുതൽ പരാതികൾ സമാന സ്വഭാവമുള്ള നേരത്തെ പറഞ്ഞു കേട്ട പ്രതിപക്ഷ നേതാവിൻ്റെ അടുക്കൽ അടക്കം എത്തിയ പരാതികളിൽ ചിലത് നിയമപരമായി പോലീസ് സംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കും, അങ്ങനെ കൂടുതൽ പരാതികൾ എത്തിയാലായിരിക്കും പ്ലേസ് ഓഫ് ഒക്കറൻസ് പല സ്ഥലങ്ങളിൽ ആയതിനാൽ അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കിടേഷ് നേരിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്നത്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നേരിട്ട് വിളിപ്പിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി കൈവശം അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തത്. തുടർന്നാണ് ചടുലമായ നീക്കങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനിടെ യുവതി രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ആവർത്തിച്ച കാര്യങ്ങൾ തന്നെയാണ് രഹസ്യമൊഴിയിലും ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് സൂചന. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അപ്രതീക്ഷിതമായി യുവതി നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ പരാതിയുമായി എത്തുന്നത്. മുഖ്യമന്ത്രിക്ക് തന്നെയാണ് പരാതി കൈമാറിയത്. അത് കോൺഗ്രസ് കേന്ദ്രങ്ങളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. കാരണം ഇത്തരത്തിലൊരു പരാതി വരാൻ സാധ്യതയുണ്ടെന്ന കാര്യം നേതൃത്വം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെയൊരു സാഹചര്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ പരാതി വരുന്ന ഒരു സാഹചര്യം അത് കോൺഗ്രസ് നേതൃത്വം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെ വെറും ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണപ്പാളി മോഷണം അടക്കമുള്ള വിഷയങ്ങൾ വലിയ തരത്തിൽ പ്രചാരണ രംഗത്ത് നിറഞ്ഞിരുന്ന സ്ഥാനത്താണ് വളരെ അപ്രതീക്ഷിതമായി അവിടെ രാഹുലിനെതിരെയുള്ള ഈ കേസും അതിൻ്റെ തുടർ നീക്കങ്ങളും വാർത്തകളിൽ നിറയുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് അതിന് കൃത്യമായ മറുപടി നൽകേണ്ടതൊരു അനിവാര്യതയായി മാറും. എന്തായാലും രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ കൃത്യമായ നടപടി പാർട്ടി കൈക്കൊണ്ടതാണ്
എന്ന നിലപാട് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉയരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ലൈംഗികാതിക്രമം നടത്തിയെന്ന അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ചുമത്തിയ ഓരോ വകുപ്പിലും ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളും ലഭിക്കാവുന്ന ശിക്ഷകളും പരിശോധിക്കും. 1. BNS 64-2F അധികാരത്തിലിരുന്നുള്ള ബലാത്സംഗം. 2. BNS 64-2H ഗർഭിണിയാകുമെന്ന അറിവോടെ ബലാത്സംഗം. 3. BNS 64-2M ആവർത്തിച്ചുള്ള ബലാത്സംഗം. 3 ജാമ്യമില്ലാ കുറ്റം, ജീവപര്യന്തം വരെ തടവു ശിക്ഷ. 4. BNS 89 നിർബന്ധിത ഗർഭചിത്രം, ജാമ്യമില്ലാ കുറ്റം, 10 വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാം. 5. BNS 316 വിശ്വാസവഞ്ചന, 5 വർഷം വരെ തടവും പിഴയും, ജാമ്യം ലഭിക്കാവുന്ന കുറ്റം. 6. BNS 351 ഭീഷണിപ്പെടുത്തൽ, 7 വർഷം വരെ തടവ്. 7. BNS 329 അതിക്രമിച്ചു കടക്കുക, 3 മാസം വരെ തടവും പിഴയും. 8. BNS 116 കഠിനമായ ദേഹോപദ്രവം, 7 വർഷം തടവും പിഴയും. 9. IT നിയമം 66E സ്വകാര്യതാ ലംഘനം, ജാമ്യം ലഭിക്കാവുന്ന കുറ്റം, 3 വർഷം വരെ തടവ് ശിക്ഷ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് KC വേണുഗോപാൽ. പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നു എന്നത് തെറ്റിദ്ധാരണയാണ്. പാർട്ടി സസ്പെൻഡ് ചെയ്ത ആൾ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കരുതെന്നാണ് നിലപാടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾക്ക് നിയമത്തിൻ്റെതായ വ്യവസ്ഥയുണ്ട്. നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. നിയമപരമായി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും നമ്മളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. നിയമപരമായിട്ടുള്ള നടപടി രാജ്യത്ത് നിയമം നടപ്പിലുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പരാതി വന്നാൽ എടുക്കുന്ന നിയമത്തിന്റെ വഴിയിൽ തന്നെ പോട്ടെ. ഈ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളാണ് രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നത്. അതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി. പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഏറ്റവും കടുത്ത നടപടി. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യും. നിയമസഭ നടന്നപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആരോപണം വന്ന ഒരാൾക്ക് എതിരെ എടുക്കാവുന്നതിന്റെ പരമാവധി കാര്യമാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നത്. സമാനമായ ആരോപണം മറ്റു പാർട്ടികളിൽ വന്നപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനതിന്റെ വിശദാംശങ്ങൾ കാണണ്ട. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നടപടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലുണ്ടെങ്കിൽ കേരളത്തിലെ പാർട്ടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അറബിക്കടൽ ഇരമ്പി വന്നാലും എടുത്ത നിലപാടിൽ മാറ്റം വരുത്തില്ല. രാഷ്ട്രീയത്തിൽ ഇമോഷന് പ്രാധാന്യമില്ലെന്നും മറ്റു ചോദ്യങ്ങൾക്ക് നോ കമന്റ്സ് എന്നുമായിരുന്നു മറുപടി. ഇതെല്ലാം നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നാണ് നിലപാടുകൾ എടുക്കുന്നത്. ബോധ്യങ്ങളിൽ നിന്ന്, നമ്മുടെ കൺവിക്ഷനാണ്. അത് എന്റെ മാത്രമല്ല, നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനമാണത്. കൺവിക്ഷനാണ്. അത് ആൾക്കൂട്ടം പറഞ്ഞാൽ മാറില്ല. കേരളം മുഴുവൻ എരമ്പി വന്നാലും, ഞാൻ പറഞ്ഞു, അറബിക്കടൽ പോലെ എരമ്പി വന്നാലും ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനത്തിൽ മാറില്ല. അത് നിലപാട്. അത് കുറെ കഴിയുമ്പോൾ ആൾക്കൂട്ടത്തിന് ബോധ്യപ്പെടും. നിലപാടുകളിൽ മാറ്റം വരാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ രാഹുലിനെതിരെ കേസെടുത്തത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ്. ആരോപണം വന്നിട്ട് നാളുകൾ ഏറെയായെന്നും എന്നാൽ ഇപ്പോൾ കേസെടുത്തത് സർക്കാരിന്റെ താൽപര്യത്തിലാണെന്നും തിരുവഞ്ചൂർ ആരോപിച്ചു. ആ സമയം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അപ്പൊ ഇത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കണം എന്നുള്ള പ്ലാനോടുകൂടി അവരിങ്ങനെ കാത്തിരുന്ന് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന്റെ തൊട്ട് അടുത്ത തലേ ആഴ്ചയിൽ അവർ ഈ കേസ് രജിസ്റ്റർ ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനുള്ള പോംവഴി എന്താ? അവർ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിയമപരമായ വഴി, നിയമത്തിൻ്റെ വഴിയിൽ. കാരണം ഗവൺമെൻറ് ഒരു വഴി കാണിച്ചു കൊടുത്തു, എന്താ നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്ന്. ആ വഴിയിൽ തന്നെയാണ് പോകുക. സ്വാഭാവികമായിട്ടത് നിഷേധിക്കാൻ ഒരു പൗരനും സാധ്യമല്ല. അത് ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന ഉറപ്പാണ്.